വീണ്ടും നമ്മൾ ഒരു ചെറിയ ബിസിനസ് ഐഡിയയുമായിട്ട് എത്തിയിരിക്കുകയാണ്. നിങ്ങളുടെ അടുക്കളയിൽ തന്നെയാണ് ഈ പ്രോഡക്റ്റ് ഉണ്ടാകാൻ പോകുന്നത്. വളരെ രസകരമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. അതുപോലെ തന്നെ കൂടുതൽ അക്സെപ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു പ്രോഡക്റ്റ് കൂടെയാണ്. വളരെ എളുപ്പം വീട്ടമ്മമാർക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ നമ്മളുടെ ചുറ്റുപാടുമുള്ള ഒരു 5 കിലോമീറ്റർ 10 കിലോമീറ്റർ ചുറ്റളവിലുള്ള ബേക്കറികളിൽ കൂടെ നമുക്ക് ഈ പ്രോഡക്റ്റ് വിറ്റഴിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആ പ്രോഡക്റ്റ് എന്താണെന്ന് നോക്കാം. എന്തൊക്കെ അതിന് ഇൻഗ്രീഡിയൻസ് വേണം എന്ന് നോക്കാം. എങ്ങനെയൊക്കെ അത് ചെയ്യണം എന്ന കാര്യം അറിയാം. ഏതൊക്കെ ലൈസൻസ് വേണം എന്ന് നോക്കാം. എങ്ങനെയായിരിക്കണം ഇതിന്റെ വിപണനം എന്ന് നോക്കാം. കൂടാതെ എത്ര ലാഭം ഇതിന് ഉണ്ടാകും എന്നുള്ള കാര്യം നോക്കാം. നമസ്കാരം, ബിസിനസ് ഐഡിയസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിവിടെ പറയാൻ പോകുന്ന പ്രോഡക്റ്റ് മറ്റൊന്നുമല്ല, കാരറ്റ് ഹൽവയാണ്. കാരറ്റ് ഹൽവ എന്ന് പറയുമ്പോൾ സാധാരണ കിട്ടുന്ന ആ ഒരു ഹൽവ എന്ന് കരുതരുത്. ഇത് വേറൊരു തരം ഹൽവയാണ്. ഇത് ബേക്ക് ചെയ്യുന്ന ഹൽവയാണ്. അപ്പൊ സാറേ, ബേക്ക് ചെയ്യുമ്പോൾ ഓവൻ വേണ്ടി വരില്ലേ? തീർച്ചയായിട്ടും വേണ്ടി വരും. ആ ഓവൻ വളരെ ചെറിയ തുകയ്ക്ക് കിട്ടും എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നമുക്ക് ആദ്യം ഈ ഓവൻ എന്ത് റേറ്റിൽ കിട്ടും എന്നുള്ളത് നോക്കാം. ഞാൻ ഓവൻ എന്ന് പറയുന്നുണ്ടെങ്കിലും അവൻ എന്നാണ് അതിന്റെ പ്രൊനൗൺസിയേഷൻ. പക്ഷെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വാക്കായതുകൊണ്ട് ഞാൻ ഓവൻ എന്ന് പ്രയോഗിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇവിടെ ഇത് ആമസോണിന്റെ സൈറ്റിലാണ് നമ്മൾ ഉള്ളത്. OTG ഓവന്റെ വിലയാണ് ഇവിടെ കാണുന്നത്. 3782 രൂപയ്ക്ക് കിട്ടും. 5193 രൂപയ്ക്ക് കിട്ടും. ചെറിയത് 2800 കിട്ടും. 8790, 5592 ഈ രീതിയിലൊക്കെ 6999, 8768, 6999, 12499 ഈ രീതിയിലൊക്കെ ഓവൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇവിടെ നിന്ന് വാങ്ങിക്കുന്ന ഓവനും നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഓവന്റെ അതേ രീതിയിലുള്ള ബാക്കപ്പ് സപ്പോർട്ട് ലഭിക്കും. അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ വാങ്ങിക്കാൻ പാടുള്ളൂ. പിന്നെ കടയേക്കാൾ അല്പം വിലക്കുറവ് ഇവിടെ തന്നെ ആയിരിക്കും എന്നുള്ളത് മാത്രമാണ് ഒരു ഗുണം. ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാം. ഇല്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്ത ഇലക്ട്രിക് ഷോറൂമുകളിൽ ഓവൻ കാണും. അവിടെ നിന്ന് വേണമെങ്കിലും വാങ്ങിക്കാം. ഇനി നമുക്ക് പ്രോഡക്റ്റ് എങ്ങനെ ആണ് വേണ്ടത് എന്ന് നോക്കാം. നമുക്ക് വേണ്ടത് ഇതിന് മൈദ വേണം. 2 കപ്പ് മൈദ വേണം. ചെറിയ അളവാണ് പറയുന്നത്. പിന്നെ വേണ്ടത് ഒരു 1/2 കിലോ ക്യാരറ്റ് വേണം. പിന്നെ മസാലപ്പൊടി വേണ്ടി വരും 1/2 ടീസ്പൂൺ. സോഡാപ്പൊടി വേണ്ടി വരും 2 ടീസ്പൂൺ. പഞ്ചസാര 2 കപ്പ് വേണ്ടി വരും. എണ്ണ 1.25 കപ്പ് വേണ്ടി വരും. മുട്ട 3 എണ്ണം വേണ്ടി വരും. ഈ കപ്പ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ 250 ഗ്രാമിന്റെയാണ്. സാധാരണ നമ്മൾ ഓവൻ വാങ്ങിക്കുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ തന്നെ ലഭിക്കും. ഇല്ലെങ്കിൽ ഓവൻ സെറ്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെയും ലഭിക്കും. ഇവിടെ നമുക്ക് ഓവൻ സെറ്റ് ഈ ആദ്യത്തെ കാണുന്ന 499 രൂപയ്ക്കകത്ത് ഇത്തരത്തിലുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. അതായത് നമുക്ക് ഐസിംഗ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടുന്ന ട്രേ സഹിതം, അതായത് റിവോൾവിംഗ് ട്രേ ആണിത്. അത് സഹിതം ബാക്കി എല്ലാം ഉണ്ട്. നൈഫുകളുണ്ട്. ഇതാണ് നമ്മളുടെ കപ്പ്. ഇവിടെ പല അളവിലുള്ള കപ്പ് നമുക്ക് ലഭിക്കും. ഇവിടെ 499 ലഭിക്കും, 499. അതുപോലെ തന്നെ പല ഡിസൈനിലുള്ള ട്രേകള് കാര്യങ്ങളൊക്കെ ഇവിടെ ലഭിക്കും. നിങ്ങൾക്ക് ഇത് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് പ്ലം കേക്ക് ഒക്കെ ഉണ്ടാക്കാനുള്ള പാത്രങ്ങൾ, ഇവിടെ നിന്ന് ട്രേകൾ ഇവിടെ നിന്ന് ലഭിക്കും. 399 രൂപയ്ക്ക് 3 എണ്ണം ലഭിക്കും. ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു ലിങ്കിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. ഈ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. പഞ്ചസാര നന്നായിട്ട് പൊടിക്കണം ആദ്യം. എന്നിട്ട് അത് എണ്ണയുമായിട്ട് യോജിപ്പിക്കണം. ആ എണ്ണയുമായിട്ട് യോജിപ്പിച്ച ആ ലിക്വിഡിൽ മുട്ടയുടെ ഉണ്ണി അടിച്ച് യോജിപ്പിക്കണം. ഉണ്ണിയാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. അതിനുശേഷം മൈദ, സോഡാപ്പൊടി, മസാലപ്പൊടി എന്നിവ 2 പ്രാവശ്യം അരിക്കണം. എന്നിട്ട് ഈ എടുത്തു വെച്ചിരിക്കുന്ന മിശ്രിതത്തോടുകൂടെ ചേർക്കണം. ഇനി നമ്മൾ ഓൾറെഡി ക്യാരറ്റ് ചീവി എടുത്ത് വെച്ചിട്ടുണ്ടായിരിക്കണം. അതായത് നല്ല വൃത്തിയായിട്ട് കഴുകി അതിന്റെ പുറം തൊലി എല്ലാം കളഞ്ഞ് അതിന്റെ നാരുകളൊക്കെ കളഞ്ഞ് നമ്മൾ ചീവി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരിക്കണം. ആ ചീവി എടുത്ത ക്യാരറ്റ് ഇതിന്റെ കൂടെ ചേർക്കണം. ആ സമയത്ത് തന്നെ നമുക്ക് പറഞ്ഞിരിക്കുന്ന മുട്ട 3 എണ്ണമാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഉണ്ണി നമ്മൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞു. അതിന്റെ വെള്ള ഉണ്ട്. ആ വെള്ള അടിച്ച് നന്നായിട്ട് പതപ്പിച്ച് ഇതിന്റെ കൂടെ ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. അപ്പോൾ ഇത് പതപ്പിക്കണമെങ്കിൽ ബീറ്റർ വേണം. പല ടൈപ്പിലുള്ള ബീറ്റർ ലഭിക്കുന്നതാണ്. 1999, ഇവിടെ 799, 979, 2299, 1499 പല ടൈപ്പിൽ നമുക്കൊരു
700-ന് മുകളിലോട്ട്, 700 399, 400-ന് മുകളിലോട്ട് നമുക്ക് ഇത്തരത്തിലുള്ള ബീറ്റർ ലഭിക്കും. ഈ ബീറ്റർ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നതാണ്. ഞാൻ പേഴ്സണലി ഞങ്ങളുടെ ഓവന് വേണ്ടി വാങ്ങിച്ച ബീറ്റർ 3 വർഷമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അന്ന് അതിന് 299 399 രൂപയാണ് കൊടുത്തത്. ഒരു കുഴപ്പവുമില്ല, റെഗുലർ ഉപയോഗിക്കുന്നു, നല്ല രീതിയിൽ ഉപയോഗിക്കുന്നു. ഇതിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇത്രയും കാര്യം ചെയ്തതിന് ശേഷം ഓവൻ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യണം. അത് ഓവൻ ഉപയോഗിക്കുമ്പോൾ ഇല്ലെങ്കിൽ വാങ്ങിക്കുമ്പോൾ അവർ തന്നെ പറഞ്ഞു തരും. ഉപയോഗിക്കുന്നവർക്ക് പ്രത്യേകം അറിയാവുന്നതാണ്. 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യണം. അതിനുശേഷം 180 ഡിഗ്രി സെൽഷ്യസിൽ 50 മിനിറ്റ് ബേക്ക് ചെയ്യണം. ഈ പറഞ്ഞ ലിക്വിഡ് നമ്മൾ ഇതിനകത്ത് എടുത്തു വെച്ച് ബേക്ക് ചെയ്യണം. അതിന് നമ്മളിപ്പോൾ കാണിച്ച ആ റൗണ്ടിലുള്ള പാത്രം വേണമെങ്കിൽ ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ട്രേകൾ ഉപയോഗിക്കാം, ഡിസൈൻഡ് ട്രേകൾ ഉപയോഗിക്കാം. ഇതെല്ലാം ഓൾറെഡി നിങ്ങൾ സ്ക്രീനിൽ കണ്ടു കഴിഞ്ഞതാണ്. ഏത് രീതിയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. അങ്ങനെ ബേക്ക് ചെയ്തതിന് ശേഷം അത് കട്ട് ചെയ്ത് പീസുകളാക്കുക. ഒരേ ടൈപ്പിലുള്ള പീസുകൾ ആക്കണം. അതാണ് നമ്മൾ വിതരണം ചെയ്യേണ്ടത്. ഇനി ഇതെങ്ങനെ വിതരണം ചെയ്യണം? അതിനു മുമ്പ് ഇതിന്റെ ലൈഫ് ഏറ്റവും കുറഞ്ഞത് നമുക്ക് ഒരാഴ്ചത്തെ ലൈഫ് ഇതിന് കൊടുക്കാൻ പറ്റും. അതിൽ കൂടുതൽ ലൈഫുണ്ട് എങ്കിൽ പോലും ഒരാഴ്ചത്തെ ലൈഫ് കൊടുക്കാൻ പറ്റും. ഇത് നമുക്ക് പീസുകളാക്കിയതിന് ശേഷം ബൾക്കായിട്ട് ബേക്കറികൾക്ക് കൊടുക്കാം. ഒരു കടയ്ക്ക് 100 പീസ് അങ്ങനെ നമുക്കിത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ബേക്കറികൾക്ക് ഇത് താല്പര്യമുള്ള കേസാണ്. കാരണം അവർക്ക് സമയം ലാഭിക്കാൻ പറ്റും. അതുപോലെ തന്നെ പല കാര്യങ്ങളിലും അവർക്ക് നല്ലതാണ്. നമ്മുടെ പ്രോഡക്റ്റിന് ഗുണമേന്മയുണ്ടെങ്കിൽ അവർ അക്സെപ്റ്റ് ചെയ്യും. അത് നല്ലപോലെ വിറ്റഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഓർഡറുകൾ കൂടുകയും ചെയ്യും. നിങ്ങളുടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചുറ്റളവിലുള്ള ഒരു 5-10 കിലോമീറ്റർ ചുറ്റളവിലുള്ള ബേക്കറികൾ തന്നെ ആയിരിക്കും ഇതിന് ഏറ്റവും ഉത്തമം. പിന്നെ നിങ്ങൾക്ക് കാറ്ററിംഗുകാരെ പിടിക്കാം. കാരണം കാറ്ററിംഗുകാർ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകൾ പോകാറുണ്ട്. എല്ലാത്തിൻ്റെയും കൂടെ എന്താ പറയുന്ന ആഹാര സാധനങ്ങളുടെ കൂടെ ഇതുപോലെ ഒരു പീസ് കേക്ക് ഒക്കെ പോകാറുണ്ട്. അവരെ വേണമെങ്കിൽ പിടിച്ചാൽ അവർക്ക് നിങ്ങൾക്ക് ബൾക്കായിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ബിസിനസ്. ഇവിടെ നമുക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് വരുന്നത്, നമ്മളുടെ ഓവൻ നമ്മളൊരു 10,000 രൂപ പിടിക്കുക, മറ്റുള്ള എല്ലാ സാധനങ്ങളും കൂടി, അതായത് അടുത്ത നമ്മുടെ ബീറ്റർ ഇല്ലെങ്കിൽ അതിന്റെ ട്രേയും കാര്യങ്ങളും എല്ലാം കൂടെ നമുക്കൊരു 5,000 രൂപ പിടിക്കുക. 15,000 രൂപ അത്രയും വേണ്ടി വരില്ല, 12,000 രൂപയ്ക്ക് തീരും. ഈ 12,000 രൂപയുണ്ടെങ്കിൽ നമ്മളുടെ ബിസിനസ്സിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആയി. ഇത് വെച്ച് നമ്മൾ ഈ കേക്കുകൾ ഉണ്ടാക്കുന്നു. മറ്റുള്ള കേക്കുകൾ ഇതിൽ ഉണ്ടാക്കാം. ഞാൻ ജസ്റ്റ് ഈ ഒരു പ്രോഡക്റ്റ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഈ കേക്കുകൾ ഉണ്ടാക്കുന്നു. പതിയെ കുറേശ്ശെയായിട്ട് നമ്മൾ വിതരണം ചെയ്യുന്നു. ആദ്യമേ പറയുകയാണ്, ഓവൻ ഓൾറെഡി ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ വളരെ എളുപ്പം ഈ കേക്ക് ഉണ്ടാക്കാൻ പറ്റും. ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ ആദ്യത്തെ 1-2 തവണയൊക്കെ കൃത്യമായിട്ട് കിട്ടണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പതിയെ നമ്മൾ ഇത് പഠിക്കുകയുള്ളൂ. പതിയെ നമ്മൾ ഇത് പഠിക്കുകയുള്ളൂ. അതിന് പഠിക്കുന്നതിന് വേണ്ടി നമ്മൾ സ്വന്തമായിട്ട് നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പരീക്ഷണങ്ങൾ ചെയ്തു നോക്കുക. ഒരു ലെവലായി നമ്മൾ പഠിച്ചു, കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നുണ്ട് എന്നറിയുമ്പോൾ മാത്രമേ നിങ്ങൾ ഇത് മാർക്കറ്റിലേക്ക് ഇറക്കാൻ പാടുള്ളൂ. ഒരു ഓവൻ വെച്ചുകൊണ്ട് നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ നമുക്ക് ആവശ്യം കൂടുകയാണെങ്കിൽ ഇല്ലെങ്കിൽ ഓർഡറുകൾ കൂടുകയാണെങ്കിൽ ഓവനുകൾ കൂടുതൽ വാങ്ങിക്കാവുന്നതാണ്. ഇവിടെ ഫുഡിന്റെ രജിസ്ട്രേഷൻ ആദ്യമേ തന്നെ അപ്ലൈ ചെയ്തിട്ടിരിക്കണം. അതെടുക്കാതെ ഈ ബിസിനസ്സിലേക്ക് കടക്കുകയേ ചെയ്യരുത്. ബാക്കി നമ്മളുടെ ഹെൽത്ത് സെന്ററിൽ നിന്ന് നമുക്ക് ഹൈജീനിക് ആയിട്ടുള്ള സാനിറ്റേഷൻ സർട്ടിഫിക്കറ്റ് മേടിക്കണം, ഹെൽത്ത് കാർഡുകൾ വാങ്ങിക്കണം. ഈ ബിസിനസ് ചെയ്യുന്നവർ ഇല്ലെങ്കിൽ ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നവർ, അതിനി ലേഡീസ് ആണെങ്കിലും ജെന്റ്സ് ആണെങ്കിലും കൈകളിൽ ഗ്ലൗസ് ധരിച്ചിരിക്കണം. അതുകൂടാതെ തന്നെ ഹെഡ് മാസ്ക് ഉപയോഗിച്ചിരിക്കണം, ഹെയർ മാസ്ക് അത് ഉപയോഗിച്ചിരിക്കണം. അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് വളരെ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറുകിട ബിസിനസ് ആണ് ഇത്. ഈ പ്രോഡക്റ്റ് പലയിടത്തും റെയർലി അവൈലബിൾ ആയതുകൊണ്ട് ആ പ്രോഡക്റ്റ് നല്ല രീതിയിൽ പോകും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതാണ്. നന്ദി, നമസ്കാരം.